So, hi, hello everyone. Welcome back to another video. ഇപ്പോഴത്തെ മോഡേൺ റിലേഷൻഷിപ്പിൽ ചീറ്റിംഗ് എന്ന് പറയുന്ന സംഭവം അത് സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുകയാണ്. ചീറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് അത് സാധാരണ സംഭവമാണെങ്കിലും അവരുമായിട്ട് റിലേഷൻഷിപ്പിൽ ഇരുന്ന വ്യക്തിക്ക് അത് പക്ഷേ അതങ്ങനെ കാണാൻ പറ്റിയെന്ന് വരില്ല. അയാളെ ഇമോഷണലി നല്ല രീതിയിൽ ഹേർട്ട് ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും സ്വന്തം പാർട്ട്ണർ താൻ ഇരിക്കെ തന്നെ മറ്റൊരാളുമായി തന്നെ ചീറ്റ് ചെയ്തു എന്നുള്ളത്. ചീറ്റ് ചെയ്ത വ്യക്തി ഒരുപക്ഷെ ചീറ്റിങ്ങിനെ ന്യായീകരിച്ച് പല കാര്യങ്ങൾ പറയുമെങ്കിലും ഒരുപക്ഷെ നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മൾ തന്നെ അറിഞ്ഞോ അറിയാതെയൊക്കെ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ വന്ന ചില മിസ്റ്റേക്കുകളുണ്ട്. അത്തരത്തിലുള്ള ഒരു 3 മിസ്റ്റേക്കുകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലായ്പ്പോഴും എല്ലാവരുടെയും കാര്യത്തിലല്ലെങ്കിലും ചില സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഈ 3 മിസ്റ്റേക്കുകൾ അവർ ചീറ്റ് ചെയ്യാനുള്ള അവർക്കുള്ള പ്രേരണയാവാറുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ കൂടി നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട 3 കാര്യങ്ങൾ തന്നെയാണ് ഇനിയും പറയാൻ പോകുന്നത്. അതിന് മുൻപായിട്ട് സൈക്കോളജി, റിലേഷൻഷിപ്പ്, അതുപോലെ മറ്റ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളൂ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കഴിയുമെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിലും അറിയിക്കുക. ആദ്യത്തെ മിസ്റ്റേക്ക്, ഈ റിലേഷൻഷിപ്പിലാവുന്ന ആളുകൾക്ക് എപ്പോഴും ഒരു പേടിയുണ്ടായിരിക്കും. അതായത് തൻ്റെ കൂടെയുള്ള ഈ വ്യക്തി തന്നെ ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ളത്. ചില ആളുകൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്, അവർ ഈ പേടി മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ പാർട്ട്ണറോട് ചോദിക്കും, എടോ താൻ എന്നെ വിട്ടു പോകും, അല്ലെ നീ എന്നെ വിട്ടു പോകും, എടാ നീ എന്നെ വിട്ടു പോകും, അല്ലെ എടി നീ എന്നെ വിട്ടു പോകുമോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവരുടെ പാർട്ട്ണർ സ്വമേധയാ പറയും, ഞാൻ അങ്ങനെയൊന്നും പോകത്തില്ല, നീ പേടിക്കേണ്ട, അങ്ങനെയൊക്കെ പറയും. ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും സത്യത്തിൽ നിങ്ങളെപ്പറ്റി അവരുടെ മനസ്സിലുള്ള ഒരു ചിത്രം വേറേതായിരിക്കും. അതായത് ഇയാളെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, അത്തരത്തിലുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും സത്യത്തിൽ ആ സമയത്തും അത് കഴിഞ്ഞിട്ടും അവരുടെ മനസ്സിൽ ഒരുപക്ഷെ നിങ്ങളെപ്പറ്റി ഉണ്ടായിരിക്കുക. ഇനിയും ഈ ഒരു പ്രവൃത്തി അത് അവരെ ചീറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുമോ എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഭാഗത്തു നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരത്തിലുള്ള സംഭാഷണങ്ങളോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആക്ഷൻസോ ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് നിങ്ങളെ മടുത്തു തുടങ്ങും. അതുമാത്രമല്ല, ഓൾറെഡി അവർക്കറിയാം അവർ നിങ്ങളെ വിട്ടു പോകുമെന്നുള്ള പേടി നിങ്ങൾക്കുണ്ടെന്നുള്ളത്. ഒരുപക്ഷെ അവരതിനെ മുതലെടുക്കാനും തുടങ്ങും. പിന്നീട് അങ്ങോട്ട് അവർക്ക് നിങ്ങളോടുണ്ടായിരുന്ന ഒരു വില തന്നെ നഷ്ടപ്പെട്ടേക്കാം. ഇത്തരം സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ അവർ ചീറ്റിങ്ങിലേക്ക് പോയേക്കാം. ഒരിക്കലും ഒരാളെ നമ്മുടെ ലൈഫിൽ പിടിച്ചു നിർത്തുന്ന രീതിയിൽ അവരോട് പെരുമാറാതെ ഇരിക്കുക. ഈ കൂട്ടിലിട്ട് തീറ്റയൊക്കെ കൊടുത്ത് വളർത്തുന്ന കിളികൾ അത് ആ കൂട് തുറന്നു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ പറന്നു പോകും. പിന്നെ ഒരിക്കലും അത് തിരിച്ചു വരത്തില്ല. മറിച്ച് കൂട്ടിലിടാതെ തീറ്റ കൊടുത്ത് വളർത്തുന്ന സ്വതന്ത്രമായി വിടുന്ന പക്ഷികൾ എവിടെ പറന്നു പോയാലും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരികയും ചെയ്യും. ഇതേ സെയിം സൈക്കോളജി തന്നെയാണ് മനുഷ്യൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. അതുപോലെ തന്നെ അവരിനിയും വിട്ടുപോയാലും അത് നിങ്ങൾക്കൊരു പ്രശ്നമേ അല്ല എന്നുള്ളൊരു ബോധ്യവും കൂടി അവർക്കുണ്ടായിരിക്കും. ഇനിയും രണ്ടാമത്തെ മിസ്റ്റേക്ക്, നമ്മൾ മനുഷ്യർക്ക് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് കിട്ടാത്ത വസ്തുക്കളോട് ഭയങ്കര അട്രാക്ഷനായിരിക്കും. നമുക്ക് കിട്ടാത്ത വസ്തുക്കളെയും വ്യക്തികളെയും ആയിരിക്കും നമ്മൾ കൂടുതലായിട്ടും ചേസ് ചെയ്യുക. അതുമാത്രമല്ല, അത്തരം വസ്തുക്കളോടും വ്യക്തികളോടും നമുക്ക് ഭയങ്കര വിലയായിരിക്കും. മറിച്ച് ഫ്രീ ആയിട്ട് കിട്ടുന്ന വസ്തുക്കളോട് നമുക്കൊരു വിലയും കാണത്തില്ല. ഒരു വിലയും കാണത്തില്ലെന്ന് വെച്ചാൽ പട്ടിയുടെ വില പോലും ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു വാച്ച് തരികയാണ്. ഈ വാച്ച് ഞാൻ ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ നിങ്ങൾ സന്തോഷത്തോടെ അത് മേടിച്ചുകൊണ്ട് പോകും. പക്ഷേ നിങ്ങൾക്ക് ആ വാച്ചിനോട് ഒരു വിലയും ഉണ്ടാകില്ല. മറിച്ച് ആ വാച്ചിന് ഞാൻ 1 ലക്ഷം രൂപ വിലയിട്ടു. നിങ്ങൾ ആ 1 ലക്ഷം രൂപ വില എനിക്ക് തന്ന ആ വാച്ച് നിങ്ങൾ മേടിച്ചുകൊണ്ട് പോയി. അത് നിങ്ങൾ ജീവിതാവസാനം വരെ പൊന്നുപോലെ സൂക്ഷിക്കും. ഇത്തരത്തിൽ നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ കെയർ, നിങ്ങളുടെ സ്നേഹം ഇതെല്ലാം തന്നെ ഒരു വിലയുള്ളതായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ അതിന് ഒരു വില കൊടുക്കണം. ഒരു ഫ്രീ സോഴ്സ് പോലെ ആർക്കും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യരുത്. തീർച്ചയായിട്ടും നമ്മുടെ സ്നേഹത്തിന് നമ്മൾ ഒരു വില ഇട്ടിരിക്കണം. ഇനിയും മൂന്നാമത്തെ മിസ്റ്റേക്ക്, ഒരു വിഷപ്പാമ്പിനെ നിങ്ങൾ പാലോ തേനോ അങ്ങനെ എന്തൊക്കെ സൗകര്യങ്ങളോടെ അതിനെ വളർത്തിയാലും ഏതെങ്കിലും ഒരു അവസരത്തിൽ അത് നിങ്ങളെ കടിക്കുക തന്നെ ചെയ്യും. ചില മനുഷ്യരും ഇങ്ങനെ തന്നെയാണ്. റെഡ് ഫ്ലാഗ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ചീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ചില സിഗ്നലുകൾ തരും, അവർ പോലും അറിയാതെ. പക്ഷേ നമ്മളിൽ പലപ്പോഴും പല ആളുകളും അതിനെ കാര്യമായിട്ട് എടുക്കാറില്ല. അത് വേറൊന്നും കൊണ്ടുമല്ല, അവരോടുള്ള അന്ധമായിട്ടുള്ള സ്നേഹവും വിശ്വാസവും കൊണ്ട് തന്നെയാണ്. എന്നാൽ ഇത്തരം സിഗ്നലുകളെ നമ്മൾ അവഗണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പറ്റിക്കപ്പെടാൻ അല്ലെങ്കിൽ ചതിക്കപ്പെടാനുള്ള ചാൻസ് വളരെയേറെയാണ്. എന്നാൽ ഇതിനൊക്കെയും മുമ്പ്, എല്ലാത്തിനും ഉപരി, നിങ്ങളുടെ പാർട്ട്ണർ ഒരു റെഡ് ഫ്ലാഗ് ആണോ ഗ്രീൻ ഫ്ലാഗ് ആണോ എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക.
അതിനുശേഷം അവരുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് വേണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കും. സോ ഈ 3 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ വീഡിയോയുടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റേ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.